പടം ഒരു മെസ്സേജ് കൊടുക്കുന്നൊരു പടമായിരുന്നു. വളരെ നല്ല പടം. ഒരു നല്ലൊരു പ്രമേയം അതിനകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഭിനയിച്ച എല്ലാ കലാകാരന്മാരും അവരവരുടേതായിട്ടുള്ള തന്മയത്വത്തോടുകൂടി തന്നെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അബ്ദുൾ റഹ്മാൻ എന്ന ഒരു കഥാപാത്രത്തെ അനുസരണമാക്കിയ ഡോക്ടർ ഷാജു, അദ്ദേഹം ആ കഥാപാത്രത്തെ വേണ്ടോളം നല്ല രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സിനിമയുടെ മുഴുവൻ ക്രൂസിനും എൻ്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നല്ല ബെസ്റ്റ് പെർഫോമൻസ്. ഋതം സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തി. വളരെ മനോഹരമായ ചലച്ചിത്ര കാവ്യം. സത്യസന്ധനായ പടച്ചവനിൽ എല്ലാം അർപ്പിച്ച് ജീവിക്കുന്ന ഓത്തുപള്ളി അധ്യാപകനായിരുന്ന അബ്ദുൾ റഹ്മാൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ മുന്നോട്ട് ചലിക്കുന്ന ചിത്രം. പ്രശസ്ത സീരിയൽ താരം ഡോക്ടർ ഷാജു ഈ കഥാപാത്രത്തെ തന്മയത്വത്തോടെ കൈയടക്കത്തോടെ അവതരിപ്പിച്ച് വിജയിപ്പിച്ചു. മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നുമല്ല ഈ ജീവിതമെന്നും മനുഷ്യരായി ജീവിക്കുക എന്നതാണ് പ്രധാനമെന്നുമുള്ള ഒരു സന്ദേശം കൂടി ഈ ചിത്രം നൽകുന്നു. സ്വന്തം മകൻ ഭീകരവാദി എന്നറിഞ്ഞപ്പോഴും തൻ്റെ ദേശസ്നേഹത്തെ മുറുകെ പിടിച്ച അബ്ദുൾ റഹ്മാൻ എന്ന കഥാപാത്രത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഉള്ളുലയ്ക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ ഒഴുകുന്ന ഈ ചലച്ചിത്രത്തിനു പിന്നിലും മുന്നിലും പ്രവർത്തിച്ചവർ തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്നു. മനോഹരമായ തിരക്കഥ തയ്യാറാക്കി മാജിക് ലാൻറ്റേണിനു വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ലാൽജി ജോർജാണ്. ഈ ചിത്രത്തിൻ്റെ ഓരോ ഫ്രെയിമിനും അനുയോജ്യമായ വരികളെഴുതി ചലച്ചിത്ര രംഗത്ത് കസേര വലിച്ചിട്ടിരിക്കുകയാണ് രാജേഷ് അറപ്പുര എന്ന ഗാനരചയിതാവ്. നിരവധി സിനിമകളിൽ സംഗീത സംവിധാനം ചെയ്ത ഗോപൻ സാഗരിയുടെ മാസ്മരിക സംഗീതമാണ് മറ്റൊരു പ്രത്യേകത. വരികൾക്കനുസരിച്ചുള്ള ഈണം മനോഹരമാക്കിയിരിക്കുന്നു ഗോപൻ സാഗരി. പിന്നണി ഗായകനായ ജോസ് സാഗർ ഇതിലെ ഗാനം അതിമനോഹരമായി ആലപിച്ചിരിക്കുന്നു. അഭിനേതാക്കളെല്ലാം നീതി പുലർത്തിയ ഈ സിനിമ കാണാതെ പോകുന്നത് വളരെയേറെ നഷ്ടം തന്നെയായിരിക്കും. ലാൽജി സാറിൻ്റെ ഒരു ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരുപാട് ഭാഗ്യമായിട്ട് തോന്നുന്നു. എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. പിന്നെ ഫിലിം കണ്ടു ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. താങ്ക് യു. എല്ലാവരും കാണണം. ഫെബ്രുവരി 2 റിലീസായി. ഋതം എന്നതിൻ്റെ പേര്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവരും പറയുന്നത് പോലെയല്ല, കഥാപരമായും അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ സാക്ഷാത്കാരവും അതിൻ്റെ ക്യാമറയും ഒക്കെ വളരെ ഡിഫറൻ്റാണ്. നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടൊരു വലിയ സിനിമ എന്ന് വെച്ചാൽ കഥാപരമായും നമ്മൾ അതിൻ്റെ പിന്നെ കണ്ടൻറ്റ് വൈസും അതിൻ്റെ അഭിനേതാക്കളുടെ പിന്നെ സെലക്ഷനിലായാലും ഒക്കെ വളരെ വ്യത്യസ്തമായ സാധാരണക്കാരുടെ നാച്ചുറലായിട്ടുള്ള അഭിനയ രീതികൾ കൊണ്ടുമൊക്കെ വ്യത്യസ്തമായ പടമാണ്. കൊമേഴ്ഷ്യലി എങ്ങനെ വരുന്ന അറിയില്ലെങ്കിൽ പോലും അക്കാഡമിക്കലി ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള പടമാണ്. നമ്മുടെ ഈ പടം ഒരു മഹത്തായ സന്ദേശം കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെ ഉദാത്തമാക്കുന്ന കണ്ണുകളെ ഇറങ്ങണിയിക്കുന്ന ഒരു പടമായിട്ട്, ഒരു വിഷ്വൽ പോയട്രി ആയിട്ട്, ഒരു ദൃശ്യ കവിതയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് പ്രേക്ഷകർ കണ്ട് വിലയിരുത്തുക. എല്ലാവരുടെയും മനസ്സിൽ ഈ പടം ഇടം തേടും എന്നുള്ളതിന് യാതൊരു വിധ സംശയവും. എല്ലാവർക്കും വന്ന് കാണാൻ കഴിയുന്ന ഒരു കഥാപാത്രമുള്ള ഒരു സിനിമയാണ് ഋതം. ഈ സിനിമ കാണണം, കണ്ട് ആസ്വദിക്കണം, അഭിപ്രായങ്ങളും പറയണം. കണ്ടാലും മാത്രമേ, തിയേറ്ററിൽ വന്നിരുന്ന് സിനിമ കണ്ടാൽ മാത്രമേ ആ കഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് തിയേറ്റർ വിട്ട് പുറത്തിറങ്ങാൻ അത്രയും മനോഹരമായാണ് ലാൽജി സാർ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം, അനുഗ്രഹിക്കണം. പറയാതെ അന്നു നീ പറഞ്ഞില്ലയോ നീ